അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിന്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത്, എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസന മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിവിൽ പോയിന്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്.
ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിന്റെ തിരുമുറിവാർന്ന് വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കയ്യിൽ വെക്കുക. അച്ഛനാ ഈ നിമിഷം ആശീർവദിക്കുന്നു. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, ആ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മക്കൾ കയ്യിലെടുക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും, നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കും. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വര നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻസ്, ബന്ധം, അത് അതിൻ്റെ ഒരു പ്രക്രിയ ഇൻറ്റൻസിഫൈങ് ആയിട്ടുള്ള പ്രക്രിയയാണ്. വെച്ചാൽ അത് തീവ്രതയിലേക്കാണ് അത് പോകേണ്ടത്. സ്വാഭാവികമായ ചലനം, അല്ലെങ്കിൽ എന്തോ അസ്വാഭാവികത ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. കാര്യം വിശ്വാസത്തിന് സ്റ്റാറ്റിക് ആയിട്ടുള്ള നിശ്ചലാവസ്ഥ അങ്ങനെ ഇല്ല. ഇതിനെ സഭാപിതാക്കന്മാരും ഒക്കെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് സുഭാഷിതങ്ങളാണ്. സുഭാഷിതങ്ങൾ 4:18. സൂര്യൻ മധ്യാഹ്നത്തിൽ, അതായത് പ്രഭാതത്തിൽ നിന്ന് എങ്ങനെയാണോ മധ്യാഹ്നത്തിൻ്റെ ഫുൾ സ്വിങ്ങിൽ പൂർണ്ണ വെളിച്ചത്തിലേക്ക് പോകുന്നത്, അതുപോലെയാണ് മനുഷ്യന്മാരുടെ വിശ്വാസ ജീവിതം പ്രതീകാത്മകമായി ബൈബിൾ അവതരിപ്പിക്കുന്നത്. സുഭാഷിതങ്ങൾ 4:18. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാന്നത്തിലെ. അപ്പൊ നീതിമാന്മാരുടെ പാത എന്ന് പറയുമ്പോൾ നീതിമാന്മാർ ജീവിക്കണേ എങ്ങനെയാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. എങ്ങനെയാണത്? എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. റോമ 1:17 തിരുവചനമുണ്ട്. റോമ 1:17. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അപ്പൊ നീതിമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വാസം വഴി ജീവിക്കുന്ന ആൾ, വിശ്വാസത്തെ കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ഈ വിശ്വാസം വഴി ജീവിക്കുന്ന ആളാണ് നീതിമാനെങ്കിൽ നീതിമാന്റെ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് സുഭാഷിതം 4:18. എന്നാൽ നീതിമാന്മാരുടെ പാത, അതായത് വിശ്വാസം വഴി ജീവിക്കുന്നവരുടെ പാത പൂർവാന്നത്തിലെ, അതായത് മോർണിംഗ് ടൈം വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദുഷ്ടരുടെ മാർഗം പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അധ്യായനത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ് അത് പോണത്. അപ്പം വിശ്വാസത്തിൻ്റെ സ്വാഭാവികമായ വളർച്ച എന്ന് പറയണത് ഈ പ്രഭാതത്തിൽ നിന്ന് മധ്യാഹ്നത്തിലേക്ക് സൂര്യൻ എങ്ങനെയാണ് വെളിച്ചം കൂടുന്നത് അതുപോലെ കൂടിക്കൊണ്ടേ വരേണ്ടതാണ്. ഇൻ കേസ് അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വിശ്വാസത്തിന് വളർച്ച സംഭവിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് വരണത് വിശ്വാസത്തിന് തളർച്ചയാണ് സംഭവിക്കുന്നത്. വിശ്വാസം വിശ്വാസം തളരുമ്പോൾ പിന്നെ വിശ്വാസം എങ്ങനെയാണ് നമ്മൾ വളർത്തിയെടുക്കാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് റോമർ 1:16 വായിച്ചേ. സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്.
അപ്പം അതിൻ്റെ കാരണം വിശ്വാസം ദൈവശക്തിയാകുന്നതിൻ്റെ കാരണം വിശ്വാസം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വചനത്തിൻ്റെ മിനറൽസ് വൈറ്റാമിൻസ് ഒക്കെ കഴിച്ചാണ് വിശ്വാസ മനുഷ്യൻ വളരണത്. റോമ 10:17 വായിച്ചേ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന്, വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പൊ വിശ്വാസത്തിലൊരു തളർച്ച വന്നാൽ സുഭാഷിതം പറയുന്ന പോലെ പ്രഭാതത്തിൽ നിന്ന് മധ്യാഹ്നത്തിലേക്ക് അഭിവൃദ്ധിപ്പെടുന്ന സൂര്യ തേജസ് പോലെ വിശ്വാസത്തിന് വളർച്ചയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയുള്ള നടപടിക്രമം എന്ന് പറയുന്നത് വിശ്വാസം എങ്ങനെയാണോ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണത്, അത് വിശ്വാസം ഉണ്ടായ അതേ മെത്തേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. വിശ്വാസം ഉണ്ടായ മെത്തേഡ് എന്താണ്? കേൾവിയിൽ നിന്നാണ് വിശ്വാസം ഉണ്ടായത്. പിന്നെ എന്താണ്? ചുമ്മാ കേൾവിയല്ല. റോമ 10:17 പറയണത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളാണ്. അല്ല വേറെ വല്ല ഇതും കേട്ടാൽ വിശ്വാസം ഉണ്ടാകത്തില്ല. വേറെ വല്ലതും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കിയാലും ആ വിശ്വാസത്തിനൊരു കുഴപ്പം രക്ഷാകരമാകത്തില്ല. ഇപ്പം നിങ്ങൾ അമേരിക്ക അവിടെ ഉണ്ട്, പക്ഷേ നമ്മൾ അമേരിക്ക കണ്ടിട്ടില്ല, പക്ഷേ അമേരിക്ക അവിടെ ഉണ്ടല്ലോ, അപ്പം നമുക്ക് വിശ്വസിക്കണ്ടേ? അതുപോലെയൊക്കെ ഉള്ള ചെപ്പടി ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാലൊന്നും രക്ഷാകരമായ വിശ്വാസം ഉണ്ടാകത്തില്ല. കാരണം സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബൗദ്ധികമായ കേവല വിശ്വാസമല്ലേ. ഇപ്പം അമ്മ പറഞ്ഞു ഇയാളാണ് എൻ്റെ അച്ഛൻ, ഇന്ന ആളാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെയുള്ള മാനുഷികമായ ആശയവാദങ്ങളല്ല സംഭവം. സുവിശേഷത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഏകരക്ഷകൻ എന്നുള്ള വിശ്വാസമാണ്. അവൻ നമ്മുടെ പാപത്തിന് പരിഹാരമായി പിതാവ് അയച്ച ബലിവസ്തുവാണ്. അവൻ്റെ ബലിയിൽ പ്രസാദിച്ച പിതാവ് നമുക്ക് രക്ഷ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു, നഷ്ടപ്പെട്ട രക്ഷ തിരികെ നൽകി. അതാണ് ദൈവവരപ്രസാദം. അപ്പോൾ ഈ വിശ്വാസം നമുക്ക് നൽകണത് എന്താണ്? രക്ഷാകരമായ വിശ്വാസം എന്ന് പറയുന്നത് രക്ഷാകരമായ വിശ്വാസമാണ്. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. പള്ളികളിലെ വിശ്വാസം എന്ന് പറയുന്നത് ലീപ്പ് ഇൻ ടു ഡാർക്ക്നെസ് ആണ്, ഇരുട്ടിലേക്ക് എടുത്തുചാട്ടമാണ്. എബ്രാഹമാണ് വിശ്വാസത്തിൻ്റെ പിതാവെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പുതിയ നിയമത്തിൽ ശരിക്കും പറഞ്ഞാൽ എബ്രാഹം അല്ല വിശ്വാസത്തിൻ്റെ പിതാവ്. പുതിയ നിയമത്തിലെ വിശ്വാസം എന്താണ്? എബ്രാഹം വിശ്വസിച്ചത് എന്ത്, പുതിയ നിയമത്തിലെ വിശ്വാസം എന്ത്? ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. പുതിയ നിയമത്തിലെ വിശ്വാസം മുഴുവൻ രക്ഷാകര വിശ്വാസം എന്ന് പറയും, റിഡംപ്റ്റീവ് ഫെയ്ത്ത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അതാണ് പൗള് കൃത്യമായിട്ട് പറയുന്നുണ്ടത്. എന്താണ്? വിശ്വാസം കേൾവിയെന്നും കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ വചനം വായിച്ചും വചനം നടപ്പിൽ വരുത്തിയും വിശ്വാസ ജീവിതം റിപ്പയർ ചെയ്യാമെങ്കിലും അത് യേശു കേന്ദ്രീകൃതമായാൽ മാത്രമേ രക്ഷാകരമായി വരത്തുള്ളൂ. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് സുനിശ്ചിതവും വ്യക്തവും കൃത്യവുമായിട്ടുള്ള ആശയങ്ങളിലൂടെ വേണം നമ്മൾ ആത്മീയ ജീവിതത്തെ സമീപിക്കും. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ രണ്ടാമതും സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ചതിന് ഈശോപ്പയ്ക്കും പരിശുദ്ധ ദൈവമാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് വിജയമ്മ. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. 2023 ജൂൺ 22 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ എൻ്റെ ബ്രസ്റ്റിനൊരു ക്യാൻസർ സ്ഥിരീകരിച്ചു. ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് പോയി. അങ്ങനെ ഞാൻ ചെക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ പത്രം കിട്ടിയത്. അന്ന് ഞാൻ 2023 ജൂണിൽ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു വരികയായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു. എനിക്കും എൻ്റെ ഭവനത്തിലും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അതെല്ലാം ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് വലിയൊരു രോഗസൗഖ്യമാണ് വീണ്ടും അമ്മ എനിക്ക് തന്നത്. ഞാൻ 6 മാസം ചെക്കപ്പിന് പോവുകയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലത് ബ്രസ്റ്റിന് മാമോഗ്രാം ചെയ്ത് കൊണ്ടുചെല്ലാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്ത് കൊണ്ടുചെല്ലുമ്പോൾ മാമോഗ്രാമിൽ ഒരു സംശയമായ മുഴ കാണപ്പെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ പരിശോധിച്ചപ്പോൾ അത് കാണുന്നില്ല, മാമോഗ്രാമിൽ തെളിഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റയ്ക്കാണോ വന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ബയോപ്സി ചെയ്യണം,
പിന്നെ ചെയ്യണം, പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം, അതിന് തക്കവണക്ക് എത്രയും പെട്ടെന്ന് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വിശദമായിട്ടെല്ലാം പറഞ്ഞു തന്നു. മാമോഗ്രാമിൽ ബേഡ്സ് 4 അതുകൊണ്ട് പിന്നെ ബയോപ്സി ചെയ്തെങ്കിലേ പറ്റൂ, ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ഒരു വിഷമവും വന്നില്ല. ഞാൻ അവിടെ ഇരുന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഉടമ്പടിയില്ല, എനിക്ക് അമ്മ ഒന്നും വരുത്തത്തില്ല, ഞാൻ ധൈര്യത്തെ ഇരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടറെ, കുഴപ്പം വല്ലതും ഉണ്ടോ? അന്നേരം പറഞ്ഞു, മറ്റേ ഡോക്ടർ പറയും പിന്നെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിഷമിച്ചില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന്, ഞാൻ ഒറ്റയ്ക്ക് വന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഞാനും കൂടെ വരാം, വന്ന് ഡേറ്റ് ഇട്ടിട്ട് പോകാൻ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്, ഡേറ്റ് ഇട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടേഴ്സും കൂടെ വന്നു, ഡേറ്റ് ഇട്ടു. അങ്ങനെ ഞാൻ പോയി. അങ്ങനെ ഡേറ്റ് ഇട്ടിട്ട് പോയി, ആ ഡേറ്റിന് വരാൻ പറഞ്ഞു. പോയി ഞാൻ അന്നേരം ഒന്നും എനിക്ക് വിഷമമില്ലായിരുന്നു. ബസ്സിൽ കയറി ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ജപമാല കാണാതെ അറിയത്തില്ല എങ്കിലും ഞാൻ ജപമാല വെച്ച് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു മുസ്ലിം സഹോദരിയുണ്ട്. ഞങ്ങൾ ഒരു സീറ്റായി ഇരിക്കുക. അപ്പം ഇരിക്കുമ്പോൾ അന്നേരം എൻ്റെ മനസ്സ് വിങ്ങി പൊട്ടി കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എങ്കിലും പുറമേ കരയുന്നില്ല, ഉള്ളുകൊണ്ട് കരയാൻ തുടങ്ങി. അമ്മേ, എൻ്റെ 2ാമത്തെ പ്രശ്നം പോവാണോ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകി അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ എൻ്റെ കൂടെ ഇരുന്ന ആ ചേച്ചി ഞാൻ നോക്കുമ്പോൾ കാണാം എഴുന്നേറ്റ് അപ്പുറത്തെ സീറ്റേ പോയിരിക്കുന്നു, എൻ്റെ നേർക്കുള്ള സീറ്റേ പോയിരിക്കുന്നു. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, 3 സീറ്റുള്ള ആളിരിക്കുന്ന സീറ്റിൽ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ സ്റ്റോപ്പിൽ നിന്ന് തന്നെ വേറൊരാൾ കയറി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഇരുന്നിട്ട് നേരെയല്ലിരിക്കുന്നത്, ചരിഞ്ഞിരുന്നിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കുന്നു. അപ്പം ഞാൻ വിചാരിക്കും, ഇതെന്താ നോക്കുന്നതെന്ന് വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ആ ആളിനെ നോക്കിയപ്പം ഒരു വല്ലാത്ത ചിരി എന്നെ ചിരിച്ചിട്ട് എനിക്ക് ആ ചിരി ഇന്നും ഓർക്കുമ്പോൾ ഭയമാണ്. ചിരിക്കുന്നു. ഞാൻ എന്നിട്ട് കണ്ണുനീര് ആ വിങ്ങൽ മാറിയിട്ട് ഞാൻ ചോദിച്ചു, എന്താ എന്നെ നോക്കി ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം ആ ചേച്ചി ഒരു ഈ പെന്തക്കോസ്ത് ചേച്ചിയായിരുന്നു. അപ്പോൾ എൻ്റെ നേരെ ഇരുന്നിട്ട് ചിരിച്ചിട്ട് ഞാൻ എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, എന്താ വിഷമം മുഖത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ്, ഇന്നതുപോലുള്ളതൊക്കെ ഒരു പേഷ്യൻ്റാണ്, വീണ്ടും ഒരു സംശയം ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പം എന്നെ തലോടാൻ തുടങ്ങി, എൻ്റെ കയ്യിൽ തടവാൻ തുടങ്ങിയിട്ട് എന്നോട് ചോദിച്ചു, എന്തിനാ വിഷമിക്കുന്നേ, ജീവനോടെ ഉള്ളൊരു ദൈവം നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഉണ്ട്, കർത്താവ് യേശുമിശിഹായെ വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞാൽ ഉണ്ട്, ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ പോകുന്ന ഒരാളാണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്തിനാ വിഷമിക്കുന്നേ, പിന്നെ വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല, കൈവിരിച്ച് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക, അതാണ് നമുക്ക് വേണ്ടുന്നത്, വിഷമിക്കരുത്. എന്നിട്ട് എന്നെ തലോടുക, എന്നെ തടവുക, എന്നെ താടിക്ക് പിടിക്കുക. എനിക്കറിയത്തില്ല പിന്നെ ഞാൻ അറിഞ്ഞത് കൃപാസനം മാതാവ് ഈശോപ്പയും കൂടെ വന്നതാണെന്ന് പിന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ എന്നെ ആശ്വസിപ്പിച്ച് എൻ്റെ പേരുമൊക്കെ ചോദിച്ചുകൊണ്ട് ഇറങ്ങി. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് എൻ്റെ ഷേക്ക് ഹാൻഡും തന്നിറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വിങ്ങി പൊട്ടിയിരുന്ന ഞാൻ പിന്നെ കരഞ്ഞില്ല. പിന്നെ എനിക്ക് ധൈര്യം വന്നു. ഞാൻ അങ്ങനെ ഒറ്റയ്ക്കും തിരുവനന്തപുരത്തു നിന്ന് കരുനാഗപ്പള്ളി വന്നിറങ്ങി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. ഈ ഡോക്ടേഴ്സ് എന്നെ ആ പറഞ്ഞതൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ട്രീറ്റ്മെൻറ്റ് വേണമെന്നോ മറ്റൊന്നും പറഞ്ഞില്ല, ആരോടും ഒന്നും പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞാൽ ഇനിയും ചെക്കപ്പിന് ചെല്ലണം, അത്രയും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ഒന്നും പറഞ്ഞില്ല. പറയാതെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മുറിയിൽ കയറി മെഴുകുതിരി കത്തിക്കുന്നിടത്ത് ചെന്ന് മാതാവിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ഉടമ്പടിയില്ല, എനിക്കിനി ഒരു രോഗം വേണ്ട, ഞാൻ വർഷങ്ങളോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തും ആ ഒരു എനിക്ക് അതിൽ നിന്നും അമ്മ ഇനിയും രക്ഷിക്കണം, എനിക്കിനി അസുഖം വന്നിട്ട് എനിക്കിനിയും ചികിത്സിക്കണ്ട, എനിക്ക് അമ്മ അസുഖം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരുപാട് പറഞ്ഞ് കാര്യം പറയുന്ന പോലെ അമ്മയെടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പിന്നെ എനിക്ക് വിഷമമില്ലായിരുന്നു. അങ്ങനെ ബയോപ്സി ദിവസം വന്നു, ഞാനും എൻ്റെ ഹസ്ബൻഡിനോട് പോയി ബയോപ്സിക്ക് എടുത്തു. ഡോക്ടർ സ്കാൻ ചെയ്താണ്, മുഴ വലുതായിട്ട് പുറമേ കാണാനില്ല, സ്കാനിങ്ങിൽ വന്നതാണ്, അല്ല പുറമേ കാണാനില്ല. അങ്ങനെ ഡോക്ടേഴ്സ് ബയോപ്സിക്ക് എടുത്തു, അയച്ചു 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കാശ് രൂപം കയ്യിലുണ്ട്, ഉപ്പ് ഞാൻ സ്കാനിങ് എടുക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ ഇട്ടായിരുന്നു, വിശ്വാസപ്രമാണം ചൊല്ലി പിന്നെ തൈലം തേച്ചിട്ടൊക്കെയാണ് ഞാൻ കയറിയത്. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്തു, ബയോപ്സിക്ക് എടുത്തു. റിസൾട്ടിന് ഞങ്ങൾ പോയി റിസൾട്ട് കിട്ടിയപ്പോൾ
അസുഖം ഇല്ല എന്നാണ് വന്നേക്കുന്നത്. അസുഖം ഒന്നുമില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, വീണ്ടും ഡോക്ടേഴ്സിന് സംശയം വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നാണ് വീണ്ടും എഴുതിയേക്കുന്നത്. അങ്ങനെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു റിപ്പീറ്റ് ഒന്നുകൂടെ ചെയ്യണമല്ലോ, ഇത് ബേഡ്സ് 4 ആണല്ലോ, അത് ഞങ്ങൾക്കിങ്ങനെ പറ്റത്തില്ല, ഞങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ബയോപ്സിക്ക് ഡേറ്റ് ഇട്ടു, ആ ഡേറ്റിന് വരാൻ പറഞ്ഞു. അങ്ങനെ കോശങ്ങൾ കുറച്ചുകൂടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഡേറ്റ് ഇട്ടു പോന്നു. എനിക്ക് ധൈര്യമാണ്, എനിക്ക് പിന്നെ ധൈര്യമായിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും പോന്നു. പിന്നെ ആ ഡേറ്റിന് വീണ്ടും ചെന്നപ്പം ബയോപ്സി എടുത്തു. അപ്പം വേറെ 2 ഡോക്ടർമാരും ബയോപ്സി എടുത്തു. അപ്പോൾ ആ ഡോക്ടേഴ്സ് സ്കാൻ ചെയ്തിട്ട് പറയുന്നു, മാമോഗ്രാമിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് പറയുന്നു ഇതിനകത്തെ പൊസിഷനൊന്നും ഇതിനകത്തില്ലല്ലോ, ഈ പൊസിഷനൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ബയോപ്സി വീണ്ടും ചെയ്യുന്നത്, ഇത് ഒന്നുമില്ലല്ലോ കാണാൻ എന്നൊക്കെ ഡോക്ടേഴ്സ് തമ്മിൽ പറയുന്നു. അപ്പം ഒരു ഡോക്ടർ പറയുന്നു എന്തായാലും എടുക്കാം, ഒരു ബ്രസ്റ്റ് പ്രശ്നമായതല്ലേ, അപ്പോൾ എന്തായാലും എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് എടുത്തയച്ചു. വീണ്ടും 10 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും റിസൾട്ട് വന്നത് നെഗറ്റീവ്. അവർക്ക് ഒന്നുകൂടെ ചെയ്യണം, 3ാമതും റിപ്പീറ്റ് ചെയ്യണം. അപ്പം അന്നാ വന്നേക്കുന്നത്. അപ്പം ഡോക്ടേഴ്സിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒന്നുമില്ല എന്നുള്ളത്. അപ്പം എൻ്റെ അമ്മ മാതാവ് മാറ്റിയാന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായി. അപ്പം എനിക്ക് ഒന്നുകൂടെ ധൈര്യമായി. അങ്ങനെ പിന്നെ ഡോക്ടേഴ്സിനെ ആ റിസൾട്ട് വാങ്ങിച്ച് കാണിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു ഇനിയും ചെയ്യണ്ട, ബയോപ്സി ഇനിയും ചെയ്യണ്ട, പക്ഷേ ഞങ്ങൾക്കൊരു ഒരു പേപ്പറിൽ വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരണം, ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം ചെക്കപ്പ് മാറ്റി, ഓരോ മാസം ചെക്കപ്പാക്കി, 2 മാസം സ്കാനിങ് ആക്കി, 6 മാസം മാമോഗ്രാം ആക്കി, അങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പറയാം മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ അവിടെ നിന്നും തിരിച്ചു പോന്നു. ഇപ്പം ഓരോ മാസമാക്കി, ഓരോ മാസം ചെക്കപ്പ്, 6 മാസം മാമോഗ്രാം, 6 മാസം കഴിഞ്ഞ് ഇനി ചെക്കപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അമ്മയ്ക്ക് കസേര ഇരുന്നുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. ഞാൻ കരഞ്ഞു, അമ്മയ്ക്ക് നന്ദി പറഞ്ഞു വെച്ച് ഞാൻ കരഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തിനാ കരയണ്ട, അമ്മയ്ക്കൊന്നും ഇല്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ സന്തോഷമായിട്ട് എൻ്റെ അമ്മയ്ക്ക് നന്ദി മുട്ടുകുത്തി, ആശുപത്രിയുടെ വെളിയിലോട്ടിറങ്ങി മുട്ടുകുത്തി അവിടെ നിന്നുകൊണ്ട് അമ്മയ്ക്ക് നന്ദി പറഞ്ഞു, വിശ്വാസപ്രമാണം ചൊല്ലി നന്ദി പറഞ്ഞിട്ട് ഞാൻ തിരികെ പോന്നു. അങ്ങനെ ആ വലിയ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിച്ചതിന് അമ്മയ്ക്ക് ഈശോയപ്പനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കയ്യിൽ, എൻ്റെ ഈ ഇടത്തെ കയ്യിൽ പത്തിക്കൊരു മുഴയുണ്ടായിരുന്നു. ഞാൻ ജോസഫച്ചനെ വന്ന് കാണുമായിരുന്നു. ബയോപ്സി പോകുന്നതിന് മുമ്പെല്ലാം ജോസഫച്ചനെ എൻ്റെ അനുഗ്രഹം മേടിച്ചിട്ടായിരുന്നു പോയത്. അങ്ങനെയായിരുന്നു പോയത്. പിന്നെ ഇപ്പോൾ ഇടത് കൈയുടെ ഇവിടെ ഇങ്ങനെ ഒരു മുഴ പോലെ നേരത്തെ 6 മാസമായി, അത് നേരത്തെ വന്നപ്പോൾ ഞാൻ ഓങ്കോളജിയെ കാണിച്ച് ചെക്കപ്പിന് പോകുമ്പോൾ കാണിക്കുമായിരുന്നു. കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഓർത്തോയെ കാണിക്കാൻ പറഞ്ഞു. ഓർത്തോയെ കാണിച്ചപ്പം ഓർത്തോ പറഞ്ഞു MRI എടുക്കണമെന്ന് പറഞ്ഞു. MRI എടുത്തപ്പം പറഞ്ഞു പിന്നെ ഷോൾഡറിൻ്റെ മസിൽസിന് നീർക്കട്ട, അപ്പോൾ അതിൻ്റെ നീര് കൈപ്പത്തിയിലോട്ട് ഇറങ്ങിയതാണ്, അതുകൊണ്ട് കീഹോൾ സർജറി ചെയ്യാൻ വരണം അടുത്ത ആഴ്ചയിലെന്ന് പറഞ്ഞു. ഞാൻ കേട്ടിട്ട് പോന്നു, വരാമെന്ന് പറഞ്ഞിട്ട് പോന്നു. പക്ഷേ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഇനി ഒരു സർജറിക്കും പോകത്തില്ല, എൻ്റെ ഒരു ബ്രസ്റ്റ് സർജറി കഴിഞ്ഞു, ഒരു നട്ടെല്ല് സർജറി കഴിഞ്ഞു, അത് നേരത്തെ 2019. എനിക്കങ്ങനെ ഒരുപാട് സർജറി കഴിഞ്ഞു, ഇനി ഞാൻ ഒരു സർജറിക്കും പോകത്തില്ല, എൻ്റെ അമ്മ എന്നെ ചികിത്സിച്ചാൽ മതി, അമ്മയുടെ ഉടമ്പടിയും അമ്മയും ചികിത്സിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഇപ്പോൾ ആ മുഴ എൻ്റെ കയ്യിലില്ല, പറ്റി. ഞാൻ കീഹോൾ സർജറിക്കും പോയില്ല, ഒന്നും പോയില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ മസിൽസിൻ്റെ നീർക്കെട്ട് മാറ്റി ആ മുഴ ഇല്ലാതാക്കി തരണമേ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ സിസ്റ്ററെ കാണിച്ചു, ആ മുഴ വലിയൊരു മുഴയായിരുന്നു, ഇപ്പോൾ അതില്ല. അങ്ങനെ ആ അനുഗ്രഹത്തിനും ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം പത്രം വാങ്ങിക്കൊണ്ടുപോകും. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൊടുക്കും, കരുനാഗപ്പള്ളി സ്റ്റാൻഡിൽ കൊടുക്കും, ബസ് സ്റ്റോപ്പിൽ കൊടുക്കും. പിന്നെ പത്രം തീർന്നു കഴിയുമ്പോൾ എനിക്ക് വിഷമമാണ്, പത്രം തീർന്നു പോയല്ലോ എന്ന്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വള്ളികുന്നം എൻ്റെ വീട്ടിൽ വന്നിട്ട് തിരിച്ച് പോകുമ്പോൾ മാതാവിൻ്റെ ഒരു രൂപമുള്ള ഒരു പള്ളിയുടെ ഫ്രണ്ടിലൊരു രൂപമുണ്ട്, അവിടെ ഈ മെഴുകുതിരി കത്തിക്കുന്നിടത്ത് അവിടെ ഞാൻ നോക്കുമ്പോൾ 2 കെട്ട് പത്രം ഇരിക്കുന്നു. ഞാൻ ഓട്ടോ നിർത്തിയിട്ട് ആ
പത്രം എടുത്തുകൊണ്ട് പോയി ഞാൻ പോകുന്നിടത്തെല്ലാം കൊടുത്ത് എല്ലാവരുടെയും പറയും പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിങ്ങൾ പോകണം, കൃപാസനത്തിൽ പോകണം, എല്ലാത്തിനും ശാന്തി, എല്ലാത്തിനും അമ്മ പരിഹാരം ഉണ്ടാക്കി തരും. സഞ്ചാരി മാതാവാ. അങ്ങനെ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ ഈ ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോൾ ആ വിവരമെല്ലാം എല്ലാവരുടെയും പറയും. പത്രം ഇല്ലെങ്കിൽ ഞാൻ ഒരു ബസ്സിലിരിക്കുവാണെങ്കിൽ ആ സീറ്റിൽ ഇരിക്കുന്നവരോട്ട് ഞാൻ പരിചയപ്പെടും. എന്നിട്ട് അവരെ കൃപാസനത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ അവർക്കും വിശ്വാസവും, അങ്ങനെ അവരും ദുഃഖത്തിൽപ്പെട്ടവരായിരിക്കും, അവരും പോകുമെന്ന് എന്നോട് പറയും. അങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, പ്രായമുള്ള അമ്മമാരെ, ആരുമില്ലാത്ത അമ്മമാരെ പാർപ്പിക്കുന്ന ഒരു വള്ളകുന്നത്തൊരു വൃദ്ധസ്ഥാനം, അവിടെ പോയി ഞങ്ങളാൽ കഴിയുന്ന, ഞങ്ങൾ 2-3 പേരുണ്ട് ഉടമ്പടി എടുത്ത്, ഞങ്ങളെല്ലാവരും കൂടെ പോയി ആ അമ്മമാരെ കാണും, അവർക്ക് വേണ്ടുന്ന എല്ലാം വാങ്ങിക്കൊടുക്കും. ഇനി അടുത്ത മാസം പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മാനേജരും ഈ 8 വർഷമായിട്ട് ഈ കൃപാസനത്തിലെ ഉടമ്പടിയിലാണ് അദ്ദേഹം. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ പിന്നെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ പാവപ്പെട്ട അമ്മമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെയും പൈസ കൊടുക്കും, പത്രം കൊടുക്കും, ഉടമ്പടി ഉപ്പ് കൊടുക്കും. അങ്ങനെ നേർച്ച വസ്തു എല്ലാം കൊണ്ടുവന്ന് കീമോ ചെയ്ത ആൾക്കാർക്കൊക്കെ കൊടുക്കും. ആത്മീയ ജീവിതത്തിൽ ഞാൻ ഉടമ്പടി എടുത്ത് ദൈവവിശ്വാസിയായിരുന്നു. എങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് ഈശോപ്പയും അമ്മയുടെയും കൂടെ എനിക്ക് മാറാൻ വയ്യ. ഒരു നേരം പോലും എനിക്ക് ഉടമ്പടി തീർന്നു കഴിയുമ്പോൾ 3 മാസം കഴിയുമ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരു വിചാരമാണ് എനിക്ക്. ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും, എൻ്റെ മരണം വരെ എൻ്റെ അമ്മയുടെ ഈശോപ്പയുടെയും കൂടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഭവനത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ, എൻ്റെ ഭവനത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും വന്ന് എന്നോട് പറയുക, ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രമല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഈശോപ്പായും കൃപാസനവും അമ്മയും കേൾക്കും. അങ്ങനെ ഞാൻ ഓരോരുത്തർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും. അതെല്ലാം അവർക്ക് സാധിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയും ഈശോപ്പായും ഞങ്ങൾക്കും എൻ്റെ ഭവനത്തിനും എൻ്റെ മക്കൾക്കും തന്നു, എല്ലാവർക്കും തരുന്നുണ്ട്. ഇതിനെല്ലാം ഈശോപ്പയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി, കൊടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ജപമാല ചൊല്ലും, ബൈബിള് വായിക്കും, അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം കേൾക്കും. അച്ഛൻ്റെ ധ്യാനങ്ങൾ കേട്ടാൽ എനിക്ക് മതി വരത്തില്ല, തീർന്നു കഴിയുമ്പോൾ അടുത്ത് കിടക്കും. ഞങ്ങളുടെ വീട്ടിൽ വഴക്കാ. എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി കേൾക്കുമ്പോൾ പറയുന്നത് നിർത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അവർക്ക് എല്ലാം അങ്ങോട്ട് വിശ്വാസത്തിൽ വരാൻ അങ്ങോട്ട് ആയില്ല. പക്ഷേ ഞാൻ പറയും, നമ്മുടെ വീടിൻ്റെ യേശുനാഥൻ യേശുനാഥനും നാഥ കൃപാസനും അമ്മയുമാണ് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. വിശ്വാസമുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ ഭയങ്കര മടി. അങ്ങനെയാണ് അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും തന്നതിന് ഈശോപ്പയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എന്നും എക്കാലവും അമ്മയുടെ കൂടെ ജീവിക്കാൻ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിന്ന് ആരിൽ നിന്നും അമ്മ ഈശോപ്പായി ഞങ്ങളെ ഇട്ടിട്ട് പോകല്ലേ എന്ന് ഞാൻ എന്നും എപ്പോഴും. എൻ്റെ പേര് ജോബൻ. ഞാൻ കുവൈറ്റിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കുവൈറ്റിലാണ്. ദൈവവും അമ്മ മാതാവും ചെയ്തു തന്ന അനുഗ്രഹത്തിന് എത്ര കോടി നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ എൻ്റെ വീടിൻ്റെ പണി ഭംഗിയായിട്ട് ചെയ്യാനും, അതുപോലെ തന്നെ എനിക്ക് വിദേശത്തൊരു കമ്പനിയിൽ, നല്ലൊരു കമ്പനിയിൽ തന്നെ ജോലി ഉണ്ടായിരുന്നു. ആ കമ്പനി ഞാൻ ഉപേക്ഷിച്ച് വേറൊരു കമ്പനിയിലോട്ട് പോകാൻ അത് സാധിച്ചു. ഇതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്നത് 23/5/2024 അപ്പം എനിക്ക് വളരെയേറെ ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ കൊറോണ സമയത്ത് നാട്ടിലേക്ക് വന്നപ്പോൾ അത് കഴിഞ്ഞ ഒരു സമയത്തായിരുന്നുകൊണ്ട് എനിക്ക് എയർപോർട്ടിൽ ഫ്ലൈറ്റുകൾ പോകുന്നുണ്ട്, എനിക്ക് കുവൈറ്റ് തിരിച്ചെല്ലാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് ആ സമയത്ത് തിരിച്ചു പോകാൻ സാധിച്ചില്ല. ഞാൻ ഒരു 5 മാസത്തോളം നാട്ടിലായിരുന്നു. അപ്പം അതെനിക്കൊരു പലപ്പോഴും അനുഗ്രഹമായി തീർന്നു. കാരണം എൻ്റെ വീടിൻ്റെ പണി ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ 15 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഞാൻ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ട് എനിക്ക് ഒരു 2800 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ചെയ്യാൻ സാധിച്ചു. അത് വെച്ച് ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒരു കാലിത്തൊഴുത്ത് പണിയാനുള്ള പൈസ കൊണ്ട് എനിക്ക് നല്ലൊരു വീട്, 2800 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് ചെയ്യാൻ സാധിച്ചു. അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അത് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് എനിക്ക്
8 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ 17/8/2024 എനിക്ക് ആ വീട് കൂദാശ ചെയ്ത് അതിൽ കയറി താമസിക്കാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ 28/8 ഞാൻ ഇവിടെ വന്നു, പ്രാർത്ഥിച്ചിട്ട് പോയി. എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള സാധ്യത ഉള്ളായിരുന്നുകൊണ്ട് ഞാൻ വീണ്ടും കുവൈറ്റിലേക്ക് പോയി അവിടെ ഉടമ്പടിയിൽ തന്നെ തുടരുകയായിരുന്നു. എനിക്ക് ആ സമയത്ത് പക്ഷേ തിരിച്ചു വന്നെങ്കിലും എൻ്റെ ജോലി 5 വർഷം കൊണ്ട് ഞാൻ നാട്ടിലായിരുന്നുകൊണ്ട് എനിക്കതൊരു പ്രോബ്ലമായി. പ്രോബ്ലമല്ല, ഞാൻ എൻ്റെ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഞാനൊരു അക്കൗണ്ടൻറ്റ് കം ക്യാഷിയർ എന്നുള്ള പോസ്റ്റായിരുന്നു. അതിൽ തന്നെ തുടർന്നെങ്കിലും എനിക്കുള്ള ശമ്പളം ആ സമയത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് പലർക്കും, എൻ്റെ കൂട്ടത്തിലുള്ള പലർക്കും കൂട്ടിയെങ്കിലും എനിക്കത് കൂട്ടി കിട്ടിയില്ല. അപ്പോൾ ഞാനത് 5-6 മാസത്തോളം എൻ്റെ മാനേജറോട് പറഞ്ഞു, സാറേ എനിക്ക് കൂട്ടി കിട്ടണം, അല്ലെങ്കിൽ എനിക്കത് പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാളൊരു ചെയ്യാമെന്നൊരു പറയുന്നുണ്ടെങ്കിലും അയാളൊരു നിസ്സാരമായിട്ട് അത് കണ്ടുകൊണ്ടിരുന്നു. ഞാനെങ്കിൽ ഇവിടെ വിട്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ റിസൈൻ ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എനിക്കൊരു ധൈര്യം എന്ന് പറയുന്ന അമ്മമാതാവിനെ എപ്പോഴും കയ്യിൽ ഞാൻ പിടിക്കുന്നുണ്ട്. ഞാനെന്നും കാലത്ത് എഴുന്നേറ്റ് കൊന്ത ചൊല്ലാറുണ്ട്, അച്ഛൻ്റെ പ്രെയർ കേൾക്കാറുണ്ട്. അതിന് ഞാൻ എപ്പോഴും ഉടമ്പടിയെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു ധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചൊരു ലാഗ് വന്നു. എനിക്ക് മെയ് മാസം 2024 എനിക്ക് നല്ലൊരു ജോലി, നല്ലൊരു മലയാളി വിത്ത് കുവൈറ്റിയും കൂടെ പാർട്ണർഷിപ്പിലുള്ളൊരു നല്ലൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. അതിലെൻ്റെ ഒരു മൂത്ത സഹോദരൻ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാവുന്ന ഒരു വ്യക്തി തന്നെ എനിക്ക് സഹായം തന്നു. അയാൾ അതിൽ ജോലി ചെയ്യുന്ന ആളാണ്, 25 വർഷമായി ജോലി ചെയ്യുന്ന ഒരാൾ. പുള്ളി തന്നെ റെക്കമെൻഡ് ചെയ്ത് എനിക്ക് നല്ലൊരു ജോലി, നല്ല ഓഫീസിൽ തന്നെ ഒരു നല്ല ജോലി കിട്ടി. ഞാൻ ചോദിച്ച ശമ്പളം തന്നെ എനിക്ക് കിട്ടി. ഞാൻ എൻ്റെ ഉടമ്പടി സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നാട്ടിൽ വരുന്ന സമയങ്ങളിൽ ഒരു അനാഥാലയമുണ്ട് ഞങ്ങളുടെ വീടിനോട് അടുത്ത് ഒരു 15 കിലോമീറ്റർ പോയാലൊരു അനാഥാലയമുണ്ട്. അവിടെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാർ ഒരു 10-200 പേര് താമസമുണ്ട്. അവിടെ പോയി സാമ്പത്തികമായിട്ട് ഞാൻ എല്ലാ വർഷവും സഹായം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട് ഞാൻ പണിഞ്ഞ സമയത്ത് വീട് കൂദാശ ചെയ്യുന്നതിന് മുമ്പ് അവർക്കുള്ള കാലത്തെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എത്തിച്ചതിന് ശേഷം തന്നെയാണ് എൻ്റെ വീടിൻ്റെ കൂദാശയും മറ്റുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തത്. ഒരു ധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ആൾക്കാരെ സഹായിക്കാനെ കൊണ്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. കുവൈറ്റിലാണെങ്കിലും പലരും സഹായം ചോദിച്ചാൽ നമ്മൾ ചെയ്യാറുണ്ട്. നാട്ടിൽ വരുമ്പോൾ ഈ അനാഥാലയത്തിൽ എല്ലാ വർഷവും ഞാൻ പോയി സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ എനിക്കൊരു സ്ഥിരപ്പെട്ട ജോലി, ഞാൻ ചോദിച്ച ശമ്പളത്തിന് തന്നെ എനിക്ക് ഇവിടെ ജോലി കിട്ടി. വളരെയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ ജോലിയുടെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കുവൈറ്റിൽ വെള്ളിയാഴ്ചകളിൽ കുടുംബ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് പല വീടുകളിലും ചെന്നാലും നമ്മുടെ കൃപാസനത്തിൻ്റെ നേർച്ച വസ്തുക്കൾ അവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാനെൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ആവശ്യപ്പെട്ടു, ഇതെനിക്കിങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്, എനിക്കൊരു ജോലിക്ക് പുതിയതായിട്ട് കയറണം. അപ്പം ഞാൻ ഉടമ്പടിയിലാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണെന്ന് അവൻ പറഞ്ഞു. അവൻ എനിക്കതിന് സഹായം ചെയ്തു തന്നു. ഞാനത് എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോൾ ഞാൻ ഫാമിലിയായിട്ട് അവിടെയാണ്, എൻ്റെ വൈഫ് കുഞ്ഞ് എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് രോഗങ്ങൾ വരുന്ന സമയത്ത് ഞാൻ അവർക്ക് ഛർദിലോ പനിയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഉടമ്പടി തൈലം അവർക്ക് തേക്കാറുണ്ട്, ഉടമ്പടി ഉപ്പ് അവർക്ക് കൊടുക്കാറുണ്ട്. അതിന് വിശ്വാസപ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസവും ഒരു രക്ഷയും എനിക്ക് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. അമ്മമാതാവിൻ്റെ കയ്യിൽ നമ്മളെപ്പോഴും കരം പിടിച്ച് നടന്നാൽ ആരെയും കൈവിടില്ല. എനിക്ക് പല പ്രതിസന്ധികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം ഞാനൊരു ധൈര്യം എനിക്ക് അമ്മമാതാവായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നാട്ടിൽ കുവൈറ്റിൽ പോകുന്നതിന് മുമ്പിട്ടാണ് ഓഡിറ്ററായിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ ഓഡിറ്ററായിട്ട് അവിടെ ജോലി ചെയ്യുമ്പോൾ പലരും എൻ്റെ കൊളീഗിനോടൊക്കെ എൻ്റെ കൂട്ടത്തിലുള്ളവരോടൊക്കെ ഞാൻ ഇച്ചിരി അഹന്തയോടാണ് പെരുമാറുന്നത്. ഞാൻ ഓഡിറ്ററാണ്, ഞാൻ ഇച്ചിരി പവറുള്ള ആളാണ് എന്നുള്ള ഒരു അഹന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അത് പലപ്പോഴും എനിക്കത് എൻ്റെ ഇപ്പോഴത്തുള്ള ജീവിതത്തിലൊക്കെ വന്നു കയറാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഒരു വചനം എപ്പോഴും ഓർക്കാറുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2:52, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. നമുക്ക് ആ ഒരു വചനം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അപ്പം നമ്മളിങ്ങനെ വീർത്തിരിക്കുന്ന നമ്മുടെ അഹന്ത പെട്ടെന്ന് അങ്ങ് ചുരുങ്ങി നമ്മളൊരു സാധാരണ മനുഷ്യനായി തീരുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്.
അതുപോലെ തന്നെ പല വചനങ്ങൾ ഞങ്ങൾ ഓർക്കാറുണ്ട്. അതുപോലെ പുറപ്പാടിൻ്റെ പുസ്തകം 14:14 ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. അതുപോലുള്ള വചനങ്ങൾ നമുക്ക് തരുന്ന ധൈര്യം ഭയങ്കരമാണ്. നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രതിസന്ധികളിലൊക്കെ ഈ വചനങ്ങളൊക്കെ പലപ്പോഴും ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഫ്രീ കിട്ടുമ്പോൾ ഞാൻ വചനങ്ങൾ എഴുതാറുണ്ട്. വാട്സപ്പിൽ അത് എടുത്തിട്ടിട്ടുണ്ട്. അത് വായിക്കാനും പഠിക്കാനും വചനം വായിക്കാനും ഒക്കെ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കാലത്തുള്ള ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അപ്പം ഞാൻ ഈ എൻ്റെ അനുഗ്രഹം പറഞ്ഞുകൊണ്ടിരുന്നാൽ വളരെയേറെ കാര്യങ്ങളുണ്ട്. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും എന്നോട് കൂടെയുണ്ട് മാതാവുണ്ട്. മാതാവിൻ്റെ സംരക്ഷണം ഇല്ലെങ്കിൽ ഞാൻ പലപ്പോഴും വീണ് പോകുമായിരുന്നു. പല പ്രലോഭനങ്ങളുണ്ടായിട്ടുണ്ട്. പലപ്പോഴും പ്രാർത്ഥിക്കാനും കുർബാനയ്ക്കൊക്കെ പോകാൻ പല തടസ്സങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുവൈറ്റിലായിരിക്കുമ്പോൾ കുവൈറ്റിൽ പലപ്പോഴും 50 ഡിഗ്രി ചൂടും ഇപ്പം വരുമ്പോൾ 4 ഡിഗ്രി വരെ ചൂട് ആയിട്ടുണ്ട്. അത്രയും തണുപ്പാണ്. ആ സമയത്ത് വെള്ളിയാഴ്ചകളിലുള്ള കുർബാനകളിൽ കാലത്ത് 6 മണിക്ക് എഴുന്നേറ്റ് 7 മണിക്ക് അത് കൂടി കുമ്പസാരിക്കാനും 2 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ കുമ്പസാരിക്കാനൊക്കെ വളരെയേറെ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ സാധാരണക്കാർ വിചാരിക്കും ഇപ്പോൾ ഇച്ചിരി റെസ്റ്റ് എടുക്കാം. അവിടെ ലാറ്റിൻ കുർബാനയുണ്ട്, മലങ്കര കുർബാനയുണ്ട്, മലബാർ കുർബാനയുണ്ട്. ഇതിൽ ഏതെങ്കിലും കുർബാന നമ്മൾ പങ്കെടുക്കാറുണ്ട്. അതിന് വീഴ്ച വരുത്താതെ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും അവധിയുള്ളപ്പോൾ ഞാൻ പോയി പങ്കെടുക്കാറുണ്ട്. അതുപോലെ മാതാവിൻ്റെ അനുഗ്രഹത്തിന് എത്ര ഞാനിവിടെ നിന്ന് എനിക്ക് ഇന്ന് മുഴുവൻ പറയാൻ സാധിക്കും. പക്ഷേ നിങ്ങളോട് പറയാനാണ് എനിക്ക്, നിങ്ങളെ മാതാവിനെ മുറുകെ പിടിച്ചോളുക. മാതാവ് നിങ്ങളെ നടത്തും. അതാണ് എൻ്റെ ധൈര്യം. ഈശോയ്ക്കും അമ്മ മാതാവിനും തന്ന കൃപയ്ക്ക്. എൻ്റെ പേര് ബോണിയ സിറിയക്. ഞാൻ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പുന്നവേലി ഇടവകാംഗമാണ്. എനിക്ക് ഈശോവതി മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 സെപ്റ്റംബർ 12 ഞാനൊരു CA ഇൻ്റർ വിദ്യാർത്ഥിനിയായിരുന്ന സമയത്താണ് ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് പരീക്ഷാ ദിവസങ്ങളിൽ വരുന്ന ഭയങ്കരമായ ഭയമായിരുന്നു. എക്സാമിൻ്റെ രാവിലെ എനിക്ക് വോമിറ്റിങ്ങും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ എക്സാമിന് വീട്ടിൽ നിന്ന് ഒരാൾ കൊണ്ടാണ് എക്സാം എഴുതിച്ചുകൊണ്ടിരുന്നത്. അത് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന എനിക്കൊരു അസ്വസ്ഥതയായിരുന്നു. അത് മാറാൻ വളരെയേറെ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും എനിക്കത് സാധിച്ചില്ല. പക്ഷെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത ആ ദിവസം ഒരു സ്വിച്ച് ഇട്ട പോലെ എൻ്റെ ആ ഭയം മാറി. എനിക്ക് പരീക്ഷാ ഭയം പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല. പല പരീക്ഷകൾ പിന്നീട് എഴുതിയിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ ഞാനൊരു ഭയങ്കര സന്തോഷത്തോടെ അല്ലെങ്കിൽ ഒരു ഭയവും കൂടാണ്ടാണ് ഞാൻ എക്സാമിന് പോകുന്നതും പ്രിപ്പയർ ചെയ്ത് എഴുതുന്നതും. അങ്ങനെ ഞാൻ CA ഇൻ്റർ എക്സാം എഴുതി ആ അറ്റംപ്റ്റിൽ മാതാവിൻ്റെ വലിയ അനുഗ്രഹത്താൽ എനിക്ക് 2 ഗ്രൂപ്പും നല്ല മാർക്കോടുകൂടി പാസ്സാകുവാൻ സാധിച്ചു. പിന്നീട് എൻ്റെ CA ഫൈനലിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത് എനിക്ക് ചില സബ്ജക്റ്റുകൾ പഠിക്കാൻ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. എനിക്ക് അത് എൻ്റെ മനസ്സിൽ നിൽക്കുകയോ എനിക്കത് പഠിച്ചെടുക്കാനോ സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ കൂടെ ഇരുന്ന് എന്നെ പഠിപ്പിക്കുകയും എൻ്റെ എക്സാം ഹോളിൽ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ ചെവികളിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിൽ തരികയും ചെയ്തു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് എക്സാം ഹോളിൽ കയറുമ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ പോലും എനിക്ക് ഓർമ്മയിൽ നിന്നിരുന്നില്ല. ഞാനത് മറന്നു പോകുമായിരുന്നു. പക്ഷേ അതിന് ശേഷം ഇന്നേ വരെ എനിക്ക് ആ മറവി ഉണ്ടായിട്ടില്ല. എക്സാം ഹോളിൽ കയറി കഴിയുമ്പം എവിടെ നിന്നാണ് എനിക്ക് ഉത്തരം വരുന്നതെന്ന് അറിയില്ല. അതുപോലെ ശക്തമായ രീതിയിൽ എൻ്റെ ചെവിയിൽ ഒരാൾ ഉത്തരം പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏത് ക്വസ്റ്റ്യൻ എഴുതണം, എങ്ങനെ എഴുതണം എന്നതെല്ലാം മാതാവ് എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അത് പഠിക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ CA ഫൈനലിൻ്റെ എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്ന അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വാങ്ങിച്ചിരുന്നു. കൈവപ്പ് ശുശ്രൂഷയുടെ സമയത്ത് അച്ഛൻ പ്രാർത്ഥിച്ച് ഒരു കാശുരൂപം വെഞ്ചരിച്ച് തന്നിരുന്നു. ആ വെഞ്ചരിച്ച് തന്ന കാശുരൂപം ഞാൻ എൻ്റെ സ്റ്റഡി മെറ്റീരിയലിനുള്ളിൽ വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷമായിരുന്നു പഠിക്കാനിരിക്കുന്നത്. എൻ്റെ ഒരു ദിവസം എന്നും ആരംഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടാണ്. എത്രയേറെ പഠിക്കാനുണ്ടെങ്കിലും പഠിച്ചു തീർന്നില്ലെങ്കിലും ഞാൻ ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കിയിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുക്കുന്നതിന് ശേഷം ഞാൻ എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും വിശുദ്ധ കുർബാനയിലുള്ള എൻ്റെ പങ്കാളിത്തത്തിലൊരു മാറ്റം വരികയും ചെയ്തു. നേരത്തെ അത്ര തീവ്രമായ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്ന
പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോയുടെ കുരിശുമരണവും പീഡാനുഭവവും ഉത്ഥാനവും അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ നേരത്തെ കൊന്ത ചെല്ലുമ്പോഴാണെങ്കിലും എത്രയും വേഗം തീർക്കാൻ വേണ്ടിയിട്ട് സ്പീഡിൽ കൊന്ത ചൊല്ലി തീർക്കുമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി, പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി കൊന്തയൊക്കെ ഞാൻ കൈ വിരിച്ച് കൊന്ത ചെല്ലുമായിരുന്നു. ദിവസം 2-3 കൊന്തയൊക്കെ ചെല്ലുന്നതിന് എനിക്കൊരു മടിയുണ്ടായിരുന്നില്ല. അതിനുശേഷം മാത്രം ഞാൻ പഠിക്കാനിരിക്കുകയുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അറ്റംപ്റ്റിൽ ഞാൻ പാസ്സായ 2 ഗ്രൂപ്പും 2 അറ്റംപ്റ്റുകളിലായിട്ടാണ് ഞാൻ എഴുതി പാസ്സായത്. അപ്പോൾ ആ 2 അറ്റംപ്റ്റുകളിൽ മാതാവിൻ്റെ വലിയൊരു ഇടപെടലുണ്ടായിരുന്നു. അതിൽ ഒരു അറ്റംപ്റ്റിൽ എനിക്ക് എക്സാം ഹാളിൽ കയറി അവസാനത്തെ പരീക്ഷ എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായൊരു തലവേദന വന്നു. എക്സാം ഒരിക്കലും എഴുതി തീർക്കാൻ പറ്റത്തില്ല, തീരാണ്ട് എഴുതി ഇറങ്ങേണ്ടി വരും എന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഞാൻ ഉടമ്പടി ഉപ്പും അതുപോലെ തന്നെ തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശുരൂപം മുറുകെ പിടിക്കുകയും ചെയ്തതിന് ഫലമായിട്ട് എനിക്ക് ആ എക്സാം എഴുതാനും ആ അറ്റംപ്റ്റിൽ എനിക്ക് ആ ഒരു ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്യാനും സാധിച്ചു. ആ ഗ്രൂപ്പ് ഞാൻ പാസ്സാവുന്നുള്ളതിനൊരു അടയാളം മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു. മാതാവിൻ്റെ 2 കരങ്ങളിലായിട്ട് എൻ്റെ 2 പേപ്പർ, എൻ്റെ ഫേസിങ് ഷീറ്റ് ഇരിക്കുന്നതായിട്ട് ഞാൻ വ്യക്തമായിട്ട് ദർശനത്തിലൂടെ കണ്ടു. ശേഷം അടുത്ത ഗ്രൂപ്പിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞപ്പം ഞാനിവിടെ അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ സെപ്റ്റംബറിൽ എൻ്റെ എക്സാം എഴുതിയിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, സെപ്റ്റംബർ മാസം മാതാവേ നിൻ്റെ ബർത്ത്ഡേ ആണ്, നവംബർ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്, അത് എനിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നീ എന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് നവംബർ 3-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. ഞാനൊരു CA കാരിയായി. ഇത് മാതാവിൻ്റെ വലിയൊരു കരുതലും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് പാസ്സാവാൻ സാധിക്കാതിരുന്ന കാര്യം അമ്മയുടെ വലിയ അനുഗ്രഹത്താൽ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരികയില്ല എന്നല്ല, വരും. പക്ഷെ അതിനെ തരണം ചെയ്യാനുള്ളൊരു ശക്തി, അതിനുള്ളൊരു കൃപ നമുക്ക് മാതാവ് നൽകും. നമ്മുടെ കൂടെ ഒരാളുള്ള പോലത്തെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഞാൻ വളരെയേറെ സങ്കടം വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഈശോയെ നീ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരുന്നപ്പം രക്തം ഉയർത്തപ്പം നീ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഒരു മാലാഖേനെ എനിക്ക് വേണ്ടി അയക്കണേ എന്നെ ശക്തിപ്പെടുത്താൻ. അതുപോലെ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, ദൈവമേ എൻ്റെ ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തു നിന്നൊരു ദൂതനെ എനിക്ക് വേണ്ടി അയക്കണമേ. അതുപോലെ തന്നെ ഈശോയുടെ കുരിശൻ ചുവട്ടിൽ എല്ലാം തകർന്നു നിന്നപ്പോൾ ഈശോയുടെ ചോരയിൽ ചവിട്ടി നിന്നവളാണ് അമ്മ. അമ്മ എളിമപ്പെട്ട് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചവളാണ്. അതുപോലെ എന്നെയും ദൈവമേ നിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കാനുള്ള ക്രമപ്പെടുത്തണമേ, എന്നെ എളിമപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ എപ്പോഴും തിരുത്തുവാൻ ശ്രമിച്ചിരുന്നു. കുറേയും കൂടി എളിമപ്പെടുവാനും അതുപോലെ തന്നെ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുവാനും ഉള്ളൊരു വലിയ കൃപാവനം ലഭിച്ചു. അങ്ങനെ CA പാസ്സായതിനു ശേഷം ഞാനൊരു ജോലിക്ക് വേണ്ടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ തലേന്ന് എനിക്കൊരു കോൾ വന്നു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തൈലവും തേനും മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപവും മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ സാധിച്ചു. ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോഴും എൻ്റെ നാവിനുണ്ടായിരുന്നൊരു തടസ്സം അതെനിക്ക് മാറുന്നതായിട്ട് നല്ലപോലെ ഫീൽ ചെയ്തു. എനിക്ക് പ്രസൻറ്റേഷനായിരുന്നു എൻ്റെ ഒരു ഇൻ്റർവ്യൂ. അപ്പം നല്ല രീതിയിൽ എനിക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു, ഒരു തടസ്സവും കൂടാതെ. ഒരാൾ ചെവിയിലിരുന്ന് എങ്ങനെ പറഞ്ഞിരുന്നോ അതുപോലെ നല്ല രീതിയിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഞാൻ പങ്കെടുത്തു. 2 ഇൻ്റർവ്യൂവും പാസ്സായി. എനിക്ക് മാതാവ് ഡിസംബർ 5-ാം തീയതി നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചു. മാതാവും ഈശോ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത് ആൾക്കാർ ഒരുപാട് കൂടുന്ന പള്ളികളിൽ പോയിട്ട് പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. കാരുണ്യപ്രവർത്തികളാണെങ്കിലും നമ്മുടെ കുടുംബത്തിനുള്ളിലും പുറത്തും അനാഥാലയങ്ങളൊക്കെ എന്നാലാവും വിധമുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു.
അതുപോലെ തന്നെ കൂടുതൽ എളിമപ്പെടുവാനും നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ മാതാവ് നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ മാതാവും ഈശോയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും. എൻ്റെ പേര് തെരേസ. ഞാൻ ഏലൂർ സെൻറ്റ് ആൻസ് ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് സാക്ഷ്യം പറയുന്നതിന് മുന്നേ ആയിട്ട് എനിക്കിവിടെ അവസരം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ജാനുവരി 9-ാം തീയതിയാണ്. അതിൻ്റെ ഇടയ്ക്ക് മാതാവും കുറേ അനുഗ്രഹങ്ങൾ തന്നായിരുന്നു. പക്ഷേ ഏകദേശം 1.5 വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അതായത് 2024 ഒക്ടോബർ 10-ാം തീയതി ഞാനും ഇതെൻ്റെ ബ്രദറാണ്, ഇതെൻ്റെ അമ്മയാണ്. ഞാനും ബ്രദറും സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തിട്ട് ഡയറക്റ്റ്ലി എൻ്റെ കാലം വന്നിടിച്ചു. പക്ഷെ ഞാൻ ഒരു വലിയ പടക്ക പൊട്ടുന്ന ഒരു സൗണ്ടാണ് കേട്ടത്. ഞാൻ വിചാരിച്ചു ആ വണ്ടി പോയി പോസ്റ്റേ വല്ല ഇടിച്ചതാണെന്ന്. ഞാൻ കണ്ണ് തുറന്നപ്പോഴത്തേക്കും ഞാൻ തവള ഇരിക്കുന്ന പോലെ സ്കൂട്ടറിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് ചെളി ഉണ്ടായിരുന്ന നിലത്ത് അവിടെ പോയിരുന്നു. പിന്നെ ഞാനൊരു കാല് നോക്കിയപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഇഞ്ചുറി തോന്നി. എനിക്ക് വന്ന ബ്ലഡ് കണ്ടിട്ടാണെന്ന് തോന്നി. ഞാൻ അപ്പം തന്നെ ചെറിയ രീതിയിൽ തല ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോയിൽ എന്നെ അടിയിൽ ഞാൻ നിലത്ത് കിടക്കുമായിരുന്നു. എന്നിട്ട് ഒരു പ്രമുഖമായ ആശുപത്രി കൊണ്ടുപോയി. അവിടെ പോയപ്പോഴത്തേക്കും ആദ്യം തന്നെ അവരെൻ്റെ കൊന്തയൊക്കെ എല്ലാം മുറിച്ച് കളഞ്ഞു. പിന്നെ ചെറുതായിട്ട് അവരെൻ്റെ തുടച്ചു മുറിവുകൾ. പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ അവർ കിടത്തിയേക്കുമായിരുന്നു. ആരും നോക്കണമില്ല, ആരും മൈൻഡും പോലും ചെയ്യുന്നില്ലായിരുന്നു. അപ്പം നമുക്ക് കൂടുതൽ മാനസികമായി ഇച്ചിരി വിഷമം വന്നു. അപ്പോൾ ഞാൻ എത്ര പറഞ്ഞിട്ടൊന്നും അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ദൈവദൂതനെ പോലെയാണെന്ന് തോന്നുന്നു. ന്യൂറോ ഡോക്ടർ വന്നു. ഓവറോൾ എല്ലാം എക്സ്റേ ഒക്കെ ചെയ്തപ്പോൾ ന്യൂറോ ഡോക്ടർ വന്ന് എനിക്കൊരു കുഴപ്പമില്ലെന്ന്. പക്ഷേ എൻ്റെ കാലിൻ്റെ വിരലിൻ്റെ അവിടെ നിന്ന് കുറേ ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു ആ ഡോക്ടറും. പിന്നെ ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു മുട്ടിൻ്റെ താഴെയായിട്ട്. ഡോക്ടർ പറഞ്ഞു, അവിടെയുള്ള ഫീമെയിൽ ഡോക്ടറോട് 3 തവണ പറഞ്ഞു പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം, വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകണം. കാരണം ആ ദിവസം അവധിയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 10 മണിയായപ്പോൾ ഫീമെയിൽ ഡോക്ടർ പറഞ്ഞു അവിടുന്ന് മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് വേറൊരു പ്രമുഖമായ ആശുപത്രി പോയി. അവിടെ പോയപ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് എനർജി തന്നെയായിരുന്നു. കാരണം ആദ്യം തന്നെ ഡോക്ടർ വന്ന് സംസാരിച്ചു. പിന്നെ വീണ്ടും കുറേ എക്സ്റേ ചെയ്തു. കാരണം മുന്നേ ചെയ്ത എക്സ്റേ ഒന്നും ക്ലിയർ അല്ലായിരുന്നു. എന്നിട്ട് ഡയറക്റ്റായിട്ട് എന്നെ പിന്നെ ഒരു യൂറിൻ ട്യൂബ് ഇട്ടു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് യൂറിൻ പ്രോപ്പറായിട്ട് വരുന്നില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഫുള്ളും പിടിച്ചു വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് ഡയറക്റ്റ്ലി ഒരു എക്സ്റ്റേണൽ ഫിക്സേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ റൂമിൽ പോയി. എന്നിട്ട് ഡോക്ടേഴ്സൊക്കെ എന്നോട് ചോദിച്ചു എന്തെങ്കിലും അലർജി ഉണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ചെറിയൊരു അലർജി ഉണ്ട്. പിന്നെ ഞാനൊന്നും ഓർക്കണില്ല. എനിക്ക് ഫുൾ ബ്ലാങ്ക് ഔട്ടായി, എൻ്റെ ബോധം ഫുള്ളും പോയെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ബോധം വരുമ്പോൾ തന്നെ എൻ്റെ ബ്രദർ ഇങ്ങനെ ഫോണെടുത്ത് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജിയോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെയും എനിക്കൊന്ന് ക്ഷീണം കാരണം ഞാൻ മയങ്ങിപ്പോയി. 2 ദിവസം ICU കിടന്നു. പിന്നെ റൂമിലേക്ക് മാറ്റി. മൂന്നാം ദിവസം ഈ വൂണ്ടൊക്കെ ചെക്ക് ചെയ്യാൻ ഡോക്ടർ പ്രൊസീജിയർ റൂമിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഈ എക്സ്റ്റേണൽ ഫിക്സേഷൻ പുറത്ത് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ടൈറ്റ് ചെയ്യാനും. വൂണ്ട് തുറന്നപ്പോൾ തന്നെ പഴുപ്പ് നല്ലപോലെ ഉണ്ട്. എല്ലാ കളറും കണ്ടു, മഞ്ഞ, പച്ച, ചുമപ്പ് ഫുൾ കണ്ടു. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കാല് കാണുന്നത്, ഛർദ്ദിക്കാൻ മുട്ടി. അപ്പം ഞാൻ മാതാവിനോട് ആദ്യം പറഞ്ഞു, എൻ്റെ പൊന്നു മാതാവേ, എനിക്ക് ഒടിഞ്ഞു കിടന്നാൽ കുഴപ്പമില്ല, ഇച്ചിരി ഒരു വൃത്തിയായിട്ട് എൻ്റെ കാല്, എനിക്ക് ഛർദ്ദിക്കാത്ത രീതിയിൽ എൻ്റെ കാല് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ രാത്രി എനിക്ക് ഉറക്കമില്ല, ഉറക്കം പോയി. അമ്മ ഉറങ്ങുമായിരുന്നു, പുറത്തുനിന്ന് ആരും വന്നിട്ടുമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും അറിയാൻ പറ്റും, ഒരു പെണ്ണിൻ്റെ ഒരു വിരലുകൾ എൻ്റെ കാലിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ തൊടുന്നു. ഞാൻ എൻ്റെ കാലെ തൊട്ട് അതുപോലെ ഇരിക്കും. പക്ഷെ ഞാൻ കണ്ണു തുറന്നില്ല. എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ കണ്ണ് ഉറക്കില്ലെന്നിങ്ങനെ മനസ്സിലിങ്ങനെ നിശ്ചയിച്ചു.
എന്നിട്ട് പിന്നെ വന്ന 2 ദിവസം എൻ്റെ പൊന്നെ ഒടുക്കത്തെ വേദനയായിരുന്നു. അതായത് കൈ പൊള്ളുന്ന വേദനയായിരുന്നു. അത് അകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പൊള്ളൽ വന്ന് ചൂടോടെ കാലിങ്ങനെ വെന്തുരുകണ ഒരു വേദനയായിരുന്നു. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു പ്രൊസീജിയർ റൂമിൽ പോയിട്ട് വൂണ്ട് അയച്ചപ്പോഴത്തേക്കും ഒരു ചെറിയ ചോരപ്പാടിൽ ഒതുക്കി തന്നു. അതാണ് മാതാവ് തന്ന ഫസ്റ്റ് അനുഗ്രഹം. പിന്നെ 18 ദിവസം കിടന്നു. എന്നിട്ട് ഈ 21 എന്ന് പറഞ്ഞ ഡേറ്റ് എനിക്ക്, ഞാൻ ആക്സിഡൻറ്റിന് മുന്നേ എനിക്കിങ്ങനെ കാണിച്ചു തരുന്നു, ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ ഇങ്ങനെ 21 എന്ന് പറഞ്ഞ ഡേറ്റ്. അപ്പോൾ ഞാൻ വെച്ചോ വല്ല അനുഗ്രഹം വല്ലതും തരാനായിരിക്കും കേട്ടോ. പക്ഷേ എന്താന്ന് പറഞ്ഞാൽ ആദ്യം ഡോക്ടേഴ്സ് മെയിൻ സർജറി 19-ാം തീയതി ആയിരുന്നു ഡിസൈഡ് ചെയ്തേക്കുന്നത്. പിന്നീട് അത് 21-ാം തീയതിയിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ അമ്മേനെ നോക്കിയത്, ഞാൻ ഇത് കണ്ട സെയിം ഡേറ്റ് തന്നെയാണല്ലോ എന്ന്. അപ്പോൾ സർജറി ചെയ്തു. നല്ല വേദനയായിരുന്നു. എനിക്ക് ഇച്ചിരി BP വേരിയേഷൻ, ഷുഗർ വേരിയേഷൻ ഉണ്ടായിരുന്നു. പച്ചയ്ക്ക് വേദന ഞാൻ ഇതുവരെ അത്ര വേദന ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. പിന്നെ റൂമിലേക്ക് വന്നു. എപ്പിഡ്യൂറൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ യൂറിൻ ട്യൂബ് എടുത്ത് മാറ്റണം. കാരണം ഇത്രയും ദിവസമൊക്കെ യൂറിൻ ട്യൂബ് വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ യൂറിൻ ട്യൂബ് രാവിലെ 10 മണിക്ക് മാറ്റുവാണെങ്കിൽ എനിക്ക് യൂറിൻ വരുന്നില്ല. എനിക്കറിയില്ല, ഒരു തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും ബാഗ് എൻ്റെ വയറ്റിൻ്റെ അവിടെ വെച്ചിട്ടായാലും അടി വയറ്റിൽ വെച്ചിട്ടാണെങ്കിലും വരുന്നില്ല സാധനം. അപ്പോഴത്തേക്ക് ഞാൻ മാതാവിനോട് ഓപ്പണായിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മാതാവ്, എനിക്ക് ഇത്ര വയസ്സായിട്ടുള്ളൂ, യൂറിൻ ട്യൂബ് വെച്ച് കിടക്കാനൊന്നുമുള്ള വയസ്സായിട്ടില്ല. കാരണം എൻ്റെ ഗ്രാൻഡ് മദർ കഷ്ടപ്പെട്ട് യൂറിൻ ട്യൂബ് വെച്ച് സഹിച്ച് കിടക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി തരണേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ അമ്മ, ആ സമയത്ത് അമ്മയായിരുന്നു എൻ്റെ ഒപ്പം ആശുപത്രി കിടന്നുകൊണ്ടിരുന്നത്. എന്തെങ്കിലും കാലിന് വേദന ഉണ്ടെങ്കിൽ അമ്മ തൈലം തേച്ച് തരും, ഈ എൻ്റെ ബ്രദർ എടുത്ത ഉടമ്പടിയിൽ. അപ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ധ്യാനം കാണാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് കുർബാന ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനും വന്നൊക്കെ കുർബാന തരുന്നുണ്ടായിരുന്നു. പിന്നെ സാക്ഷ്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ധ്യാനം കൂടുന്ന സമയത്ത് അപ്പം തന്നെ യൂറിൻ പാസ്സായി. അപ്പോൾ കിട്ടിയ സമാധാനം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കാലൊടിഞ്ഞ് കിടക്കുമ്പോൾ ബേസിക് കാര്യങ്ങൾ പോലും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഏകദേശം ഒരു 28 ഒക്ടോബർ ആയപ്പോൾ ഞാൻ ഡിസ്ചാർജായി. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വൂണ്ട്, അതായത് സ്റ്റിച്ചിട്ടത് ഊരേണ്ട സമയമായിരുന്നു. അത് കുറച്ച് വേദന ഉണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് എൻ്റെ എല്ല് കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ഗ്രാഫ്റ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറിനോട് ആദ്യമേ പറഞ്ഞു എനിക്ക് ഇനി ഒരു സർജറി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം. എന്നിട്ട് പിന്നെ അതേക്കുറിച്ച് ഒരു ടോക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു സാക്ഷിയാണ്. പിന്നെ എനിക്ക് ചെസ്റ്റ് ഏരിയയിൽ ഒരു സ്കിൻ അലർജി ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പഴുപ്പ് പോലെ വരുമായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു തുടക്കത്തിലായിരുന്നു, ഉടമ്പടി എടുത്ത തുടക്കത്തിലായിരുന്നു അത്. അപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ചപ്പോൾ അത് കരിഞ്ഞു. പിന്നെ ഒരു തവണയും കൂടെ വന്നപ്പോൾ പിന്നെയും കരിഞ്ഞു, അത് ഫുള്ളി മാറി. പിന്നെ എനിക്ക് നല്ലപോലെ പേടിയുള്ള വ്യക്തിയായിരുന്നു. കാരണം പേടിയുള്ള വ്യക്തി തന്നെയായിരുന്നു. പിന്നെ പേടി സ്വപ്നങ്ങൾ കാണുമായിരുന്നു. ഈ സെയിം സ്വപ്നം തന്നെ പേടി സ്വപ്നം വീണ്ടും വീണ്ടും കാണുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കൊന്ന് മാറ്റി തരണം, ഇത് ഭയങ്കര ഒരു അത്ര സുഖം തോന്നുന്നൊരു അവസ്ഥയല്ല. അപ്പോൾ മാതാവ് അന്ന് രാത്രി ഇതുപോലെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കാപ്പയിൽ എന്നെ മൂടി. അപ്പോൾ ഞാൻ കണ്ണു പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഗ്രേ കളർ എന്തോ ഒരു തുണി ഇങ്ങനെ ആരോ ഊരുന്ന പോലെ തോന്നി. അപ്പോൾ അതുകൂടാണ്ട് ഇപ്പം വളരെ അനുഗ്രഹങ്ങളുണ്ടായി. മാതാവിൻ്റെ സുഗന്ധാഭിഷേകവും ഇപ്പോൾ മാതാവിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത് 3-ാം ദിവസം മാതാവിനെ കാണാൻ പറ്റി. പിന്നെ എനിക്ക് ആന്തരികമായി എന്തൊക്കെ അഭിഷേകം കിട്ടിയെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എടുത്തത്. പക്ഷേ പിന്നെ അത് എനിക്ക് ദൈവസ്നേഹം, ദൈവവിശ്വാസം വളരെ കുറവായിരുന്നു, അതിൽ വളരാൻ പറ്റി. പിന്നെ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന വളരെ ചെല്ലും, എത്ര വേണേലും കൊന്ത ചെല്ലും. ഇതൊന്നും നേരത്തെ ചെല്ലാറ് പോലും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഞായറാഴ്ച കുർബാനയൊക്കെ എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ അതിന് പോലും പോകാൻ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് കുർബാന മുടക്കാൻ പറ്റുന്നില്ല. കാരണം കുർബാന മുടക്കുകയാണെങ്കിൽ എന്തോ ഒരു
വലിയ അസ്വസ്ഥത കയറി വരുന്ന പോലെ തോന്നും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ആക്സിഡൻറ്റിന് മുന്നേ ഞാനിങ്ങനെ ഓർഫനേജിലൊക്കെ പോയിട്ട് കുളിപ്പിക്കുമായിരുന്നു. കുളിപ്പിക്കാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ അടുത്ത് ഓർഫനേജ് ഇല്ലാത്തതുകൊണ്ട് അവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ ആരെങ്കിലും കുളിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ ഞാൻ അടിക്കും തുടയ്ക്കും തുണിയൊക്കെ കഴുകുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ആക്സിഡൻറ്റിന് ശേഷം ഞാനിങ്ങനെ ഭക്ഷണമല്ല ഫുഡ് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കും, പൈസ കൊടുക്കും, പിന്നെ തൈലമൊക്കെ ഞാൻ തേച്ച് കൊടുക്കും. കാരണം എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ എന്താണെന്നറിയാം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇതിന് മുന്നേ ഞാൻ പൊതുസ്ഥലങ്ങളാണ് ചെയ്യാറുണ്ടായിരുന്നത്. ആദ്യം പള്ളിയിലായിരുന്നു, പിന്നീട് മെഡിക്കൽ കോളേജുകളൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര എളുപ്പമാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോൾ ഒരാൾ പബ്ലിക്കായിട്ട് എന്നെ തെറി വിളിച്ചു. ഇത്രയും തെറി ഞാൻ കേട്ടിട്ട് പോലില്ല. അതിനുശേഷം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞ് ഞാൻ സാക്ഷ്യം അവസാനിക്കട്ടെ. എൻ്റെ പേര് സിനി. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. സെൻറ്റ് തോമസ് ചർച്ച് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 മെയ്യിലാണ്. അപ്പം ഞാനിവിടെ ഈ പള്ളിയിൽ വന്ന് ഒത്തിരി ആവശ്യങ്ങളുമായിട്ടാണ് ഞാൻ പള്ളിയിലോട്ട് വന്നത്. അപ്പം ഞാൻ ആ സമയത്ത് കൊറോണ സീസൺ ആയതുകൊണ്ട് ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തപ്പം അതിനകത്ത് അച്ഛൻ്റെ സാക്ഷ്യങ്ങളും അച്ഛൻ പറഞ്ഞ ധ്യാനങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനം എന്ന അൽത്താരയും പള്ളിയും എനിക്ക് പരിചയമായത്. അന്ന് തൊട്ട് എനിക്ക് തോന്നി ഉടമ്പടി ഒന്ന് എടുത്താൽ കൊള്ളാം എന്ന് വിചാരിച്ച അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് വെച്ചത് എൻ്റെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളൊന്ന് മാറിക്കിട്ടാനായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് 60 നിയോഗങ്ങളുണ്ട്, എന്നാലും 6 നിയോഗങ്ങൾ വെച്ച് ഞാനിവിടെ ഉടമ്പടി എടുത്തു. ആദ്യമായി എനിക്ക് എൻ്റെ സാധ്യം വെച്ചത് എൻ്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ആദ്യമായി മാറിക്കിട്ടി. പിന്നെ ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഒരു യൂറോപ്യൻ രാജ്യത്തിൽ പോയി എനിക്കൊന്ന് സെറ്റ് ആവണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു 2022 തൊട്ട്. അങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഒരു 4 ഉടമ്പടി ഞാൻ പുതുക്കി, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, ഒരുങ്ങി. പക്ഷേ എനിക്ക് ന്യൂസിലൻഡ് എന്ന സ്ഥലത്തോട്ട് പോകാൻ ഒരു കാരണവശാലും പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് അവസാനം കരഞ്ഞ് ഞാൻ മാതാവിനോട് 4ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ മാധവനോട് പറഞ്ഞു, ഇനി എനിക്കൊരു ഉടമ്പടി പുതുക്കിയിട്ട് എനിക്കിനി ഈ ഒരു സ്ഥലത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഞാൻ ആ ഒരു സ്ഥലത്തേക്കുള്ള പോക്ക് ഞാൻ അവസാനിപ്പിക്കും. അതുപോലെ തന്നെ ഞാൻ ഇനി ഉടമ്പടി പുതുക്കുകയില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാനങ്ങനെ അത് പറഞ്ഞു. എനിക്ക് ഞാനത് ആ ഒരു സമയത്തും എനിക്ക് ആ ന്യൂസിലൻഡിൽ നിന്ന് സ്ഥലത്തേക്ക് പോകാൻ വേണ്ട കാര്യങ്ങൾ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയൊക്കെ അങ്ങ് മടക്കി വേണ്ടാന്ന് വെച്ചു. ഇനിയും പ്രാർത്ഥിക്കും എങ്കിലും ഉടമ്പടിയോടെ എനിക്ക് അത്ര ഒരു താല്പര്യമില്ലാതെ പോയി. കാരണം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. ബാക്കി ഞാൻ ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നോ അവരുടെ എല്ലാം കാര്യങ്ങൾ നടക്കുന്നു. ആ സമയത്ത് എൻ്റെ കൂടെ OET എഴുതിയ പിള്ളേർ അവരെല്ലാം പല സ്ഥലത്ത് പോയി, ന്യൂസിലൻഡിൽ പോയി, അവിടെ ക്യാമ്പ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. പക്ഷേ എനിക്ക് മാത്രം ന്യൂസിലൻഡ് സ്ഥലത്തോട്ട് പോകാനേ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി എല്ലാം വേണ്ടെന്ന് വെച്ചു. എല്ലാം നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് തോന്നി, എന്നാൽ വേണ്ട, എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു എന്നാൽ നമുക്ക് UK പോവാം. അങ്ങനെ ഒരു താല്പര്യമില്ലാതെ ഒരു നാട്ടിലോട്ട് ഞാൻ ഒരു 2 മാസത്തിനുള്ളിൽ ഞാൻ UK ചെന്നു. അവിടെ ചെന്ന് ഉടമ്പടിയും കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു. സാധാരണ എൻ്റെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ 2024 ഓഗസ്റ്റ് ആയപ്പം മെയ് ആയപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. കാരണം എൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാനയായിരുന്നു. ഞാൻ നാട്ടിൽ വന്ന് തിരിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും പതിവില്ലാതെ പുള്ളി എന്നോട് ചോദിച്ചു, നീ എല്ലാ പള്ളിയിലും ധ്യാനത്തിന് പോയും പ്രാർത്ഥിക്കാൻ പോയി, നേർച്ചയൊക്കെ കഴിക്കാൻ പോയി, നീ എന്തുകൊണ്ട് കൃപാസനത്തിലോട്ട് പോകുന്നില്ല? ഞാനപ്പം പറഞ്ഞു, കൃപാസനത്തിൽ പോകണം. എന്നാലും എൻ്റെ മനസ്സിൽ പോകണം. എന്നാലും പുള്ളി പറഞ്ഞതല്ലേ, എന്നാൽ ശരി. ഞാനും ഇവിടെ വന്നു, ഈ പള്ളിയിലിരുന്നു. അവസാനം അവിടെ ഇരുന്ന് മാതാവിൻ്റെ മുഖത്തൊക്കെ ഞാനൊന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, അമ്മേ, ഇനി ഞാനൊരു ഉടമ്പടി പുതുക്കണമെങ്കിലോ ഞാൻ ഈ പള്ളിയിലോട്ട് വരണമെങ്കിലോ എനിക്കും അവിടെ UK ഒരു നേഴ്സായിട്ട് ഒരു NHS ജോലി കിട്ടുവാണെങ്കിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കാം എന്ന് അമ്മയുടെ മുഖത്തൊക്കെ ചിരിച്ച് ഞാൻ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി. ഞാൻ UK തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. കാരണം ഞാൻ അന്ന് ന്യൂസിലൻഡ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ന്യൂസിലാൻഡിൽ പോയായിരുന്നെങ്കിൽ എനിക്ക്
അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ജോലി കിട്ടത്തില്ലായിരുന്നു. ഞാനൊരു 20 ലക്ഷം രൂപ നാട്ടിൽ നിന്ന് മേടിച്ച് കടമൊക്കെ മേടിച്ച് നാട്ടിൽ ചെന്ന് അവിടെ ചെന്ന് ജോലിയില്ലാതെ ഞാൻ തിരിച്ചു വരുമായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്ത പിള്ളേരും അതുപോലെ തന്നെ എൻ്റെ കൂടെ കസിൻസ് എല്ലാം അവിടെ പോയി ജോലിയില്ലാതെ തിരിച്ചു വരുന്ന സമയത്ത് പരിശുദ്ധ ദേവമാതാവും ഈശോയും എന്നെ കരുതിയെന്ന് വേണം പറയാൻ. എനിക്ക് ആ സ്ഥലത്തേക്ക് പരിശുദ്ധ അമ്മ എന്നെ വിട്ടില്ല, അതാണ് സത്യം. കാരണം എനിക്ക് തടസ്സങ്ങൾ തന്ന് എനിക്ക് വേണ്ട സ്ഥലത്ത് പരിശുദ്ധ അമ്മ എന്നെ എത്തിച്ചു. അത് UK ആയിരുന്നു. ഞാൻ അവിടെ ചെന്നു. അവിടെ വേണ്ട എക്സാമുകളെല്ലാം ഓസ്കി എഴുതി, CBT എഴുതി. അതിനിടയ്ക്ക് പിൻ നമ്പർ കിട്ടി. ഞാൻ നാട്ടിൽ വന്ന് തിരിച്ചു വന്ന ശേഷം ഞാൻ പെട്ടെന്ന് എനിക്ക് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലൊരു വിഷമം. ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത്, ഞാൻ പല പ്രാവശ്യം ബൈബിൾ കംപ്ലീറ്റ് ആയി വായിച്ചിട്ടുണ്ട്, എങ്കിലും ബൈബിൾ എടുത്ത് ഞാൻ പെട്ടെന്ന് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനം, കൃപാസനത്തിലേക്ക് വരിക, നിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ്. പെട്ടെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമായി. ഞാൻ പെട്ടെന്ന് സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. പെട്ടെന്ന് എനിക്ക് തോന്നി ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്താൽ എന്താ. ഞാൻ പെട്ടെന്ന് നല്ല വിശുദ്ധിയോടുകൂടെ കുമ്പസാരിച്ച് ഒരുങ്ങി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിനകത്ത് 6 നിയോഗങ്ങൾ വെച്ചു. പക്ഷേ ഈ 6 നിയോഗങ്ങൾ ഇന്ന് സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്താ വെച്ചതെന്നുള്ളത്. ആ നിയോഗങ്ങളിൽ വെച്ചത് ഞാൻ അവിടെ വെച്ച് ഞാനത് മറന്നു. പക്ഷേ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു 3 മാസത്തെ ഉടമ്പടി നിയോഗങ്ങളും ഉടമ്പടി ദൈവം എന്താണോ ഈ പരിശുദ്ധ അൾത്താരയിൽ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ എനിക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമെന്നോ എന്ന് മാത്രമാണ് ചിന്തിച്ചത്. എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്ത സമയങ്ങൾ ഞാൻ കുമ്പസാരിക്കാനും കുർബാനയ്ക്ക് പോകാനും എല്ലാ ദിവസവും കൂടുതൽ എഫേർട്ട് എടുത്ത് ഞാൻ പള്ളിയിൽ പോയി കാര്യപ്രവർത്തനങ്ങളെല്ലാം കൂടെ ചെയ്യാൻ കൂടി. പിന്നെ അങ്ങനെ എന്നെ തന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ മറന്നു. എനിക്ക് ജോലി കിട്ടിയാലും ജോലി കിട്ടിയില്ലെങ്കിലും പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് വേണ്ടി എന്താണോ കരുതിയത് അത് എനിക്ക് മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് എനിക്ക് UK പിൻ നമ്പർ, ഒരു നേഴ്സായി വർക്ക് ചെയ്യാനുള്ള പിൻ നമ്പർ കിട്ടി. അതുകൂടെ തന്നെ ഞാനപ്പം ഒരു ദിവസം ഒരു സാക്ഷ്യം കേട്ടു. ഒരമ്മ പറയുന്ന സാക്ഷ്യമാണ്. ആ അമ്മയുടെ മകൾക്ക് വേണ്ടി അമ്മ ഒരു ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചു. അമ്മയ്ക്ക് ആ മോക്കൊരു 3 ഇൻ്റർവ്യൂ കിട്ടണം. ആ 3 ഇൻ്റർവ്യൂ സെലക്റ്റായി അമ്മ കൊടുക്കണം. അപ്പം ഞാനത് കേട്ടപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് കൊള്ളാലോ. അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്കും വേണം ഒരു 3 ഇൻ്റർവ്യൂ, അതിൽ നിന്ന് ഒരു 3-ൽ ഒരെണ്ണം അമ്മ എനിക്ക് സെലക്ട് ചെയ്യണം. ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് UK ജോലി കിട്ടുക, ഒരു ഇൻ്റർവ്യൂ കിട്ടുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു 100-ൽ ഒരു 10% പോലും ഇപ്പം സാഹചര്യം കുറഞ്ഞിരിക്കുക. ഒരു 150 ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ കിട്ടിയാലായി, അത് കിട്ടിയില്ലായി. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ദൈവമാതാവ് എനിക്ക് 3 ഇൻ്റർവ്യൂ ഒരു മാസത്തിനുള്ളിൽ ജനുവരിയിൽ 2026 ഞാൻ 3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിനകത്ത് ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ പോയി, ഒരു ഇതുമില്ലാതെ ഞാൻ പോയി. അമ്മയുടെ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ വിശുദ്ധ തൈലം വെച്ച് കുരിശ് വരച്ച് ഉപ്പ് ഞാൻ ഹോസ്പിറ്റലിലെ വാതിക്കൽ കൊണ്ടിട്ടിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ നിനക്കും നിൻ്റെ പുത്രനും ഈ ഒരു ഹോസ്പിറ്റൽ എനിക്ക് നൽകാൻ ഇഷ്ടമാണെങ്കിൽ നീ എനിക്കിവിടെ തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, തിരിച്ചു വന്നു. എനിക്ക് കിട്ടിയല്ലോ എന്ന് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്നു. 4 മണിയായപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു, സിനി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സക്സസ് ആയി എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് കറക്റ്റ് 1 മന്തിനുള്ളിൽ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനും ഇന്ന് ഞാനിവിടെ COSുമായിട്ടാണ് നിൽക്കുന്നത്. ഈവൻ COS അവിടെ UK അപ്ലൈ ചെയ്യുന്നതിലും 1 മാസം കഴിയാതെ COS കൈ കിട്ടത്തില്ല. 10 ദിവസത്തിനുള്ളിൽ പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ എനിക്ക് COS തന്നു. ഞാൻ ഈ ഒരു സാക്ഷ്യം പറയാനും എനിക്ക് ഉടമ്പടി പുതുക്കാനുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചുപോയി വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. ഇതാണ് പരിശുദ്ധ അമ്മ എനിക്ക് ആദ്യം തന്ന ഏറ്റവും വലിയ തടസ്സങ്ങളിലൂടെ നൽകിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇതാണ് എനിക്ക് നൽകിയത്. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു വീട് വേണമെന്നുള്ളത്. അപ്പം അവർക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. ഞാൻ പഴയ ഉടമ്പടിയിൽ വെച്ചു, അമ്മേ അവരുടെ കടബാധ്യതകൾ മാറ്റി കൊടുക്കണേ. അന്ന് ഞാൻ നാട്ടിലായിരുന്നു, എനിക്ക് അനിയത്തിയുണ്ട്, അവളും നാട്ടിലായിരുന്നു. 2 പെൺപിള്ളേരാണ്. അവരെ എങ്ങനെ സഹായിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത്ഭുതകരമായി എൻ്റെ മമ്മിക്ക് അവരുടെ ഒരു പ്രോപ്പർട്ടിയിൽ ഒരിക്കലും കൊടുക്കാത്ത ഒരു വീതം അവർക്ക് കൊടുത്ത അവരുടെ തടസ്സങ്ങൾ പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിച്ചു. അപ്പം ഈ ഒരു വലിയ അനുഗ്രഹം പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ തന്നതിന് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തതെന്ന് പറയുന്നത്, ഞാൻ UK ആയതുകൊണ്ട് എനിക്ക് ഒത്തിരിയേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാൻ പരിമിതികളുള്ളത് കൊണ്ട്
എനിക്ക് അറിയാവുന്ന ഒരു ആൾ അരയ്ക്ക് കീഴ്പ്പെട്ട് പുള്ളി തളർന്നു കിടക്കുവാണ്. ഒരു കൊച്ചാണ്, 29 വയസ്സ് 30 വയസ്സേ ഉള്ളൂ. അപ്പം അവന് വേണ്ട കാര്യങ്ങൾക്ക് മരുന്ന് മേടിക്കാനുള്ള എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എല്ലാ മാസവും അവന് അന്ന് തൊട്ട് ഞാൻ അവന് ഇന്ന് വരെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും ഞാനൊരു വയ്യ എന്ന് കാണുവാണെങ്കിൽ അവർക്ക് സഹായം ചെയ്യും. ഹസ്ബൻഡിനോടാണേലും അനാഥ മന്ദിരത്തിൽ പോയി അവർ ആർക്കെങ്കിലും സഹായം ചെയ്യാനാണെങ്കിൽ പുള്ളിക്കാരനോട് പറഞ്ഞ് പുള്ളിക്കാരനത് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലുപരി എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാനും ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്ത് ജീവിക്കാനും എനിക്ക് പരിശുദ്ധാമ്മ ഒരു അനുഗ്രഹം തന്നു. ഇപ്പം ഞാൻ ഒരിക്കലും ഈ ഒരു ഉടമ്പടി ഞാൻ പുതുക്കി, എനിക്ക് പ്രത്യേകിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ഒരു നിയോഗങ്ങളും ഇല്ല, ഒരു ആഗ്രഹങ്ങളും ഇല്ല. ഞാൻ ആകെ വെച്ചത് എൻ്റെ കുടുംബത്തെയും എനിക്കറിയാവുന്നവരെയും ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെയെല്ലാം വിശുദ്ധിയോടുകൂടെ വളർത്തണമെന്ന ഒരു നിയോഗം മാത്രമേ എനിക്കുള്ളൂ. കാരണം എനിക്കറിയാം ഈ പരിശുദ്ധ അമ്മയുടെ മണ്ണിൽ ചവിട്ടി നിൽക്കുവാണെങ്കിൽ ഉറപ്പായും അവരുടെ കാര്യങ്ങളെല്ലാം സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. അതുപോലെ എന്നെപ്പോലെ ഒത്തിരി നേഴ്സുമാർ വിദൂര സ്ഥലങ്ങളിൽ ജോലിയില്ലാതെയും അതുപോലെ നാട്ടിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. ആരും ഇതുവേണ്ടി വിഷമിക്കേണ്ട. ഈ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ വന്ന് നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ തടസ്സങ്ങൾ ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റും. എനിക്ക് തന്ന ഇത്രയും വലിയ അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു.